ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. ജീനാസ് വേണ്ടിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പച്ചച്ചീര തോരൻ വെക്കുന്നതിന്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. നല്ല അടിപൊളി പച്ചച്ചീരയാണ്. അപ്പൊ നമുക്ക് നാടൻ സ്റ്റൈലിൽ നല്ല വിറകടുപ്പിൽ ഒരു പച്ചച്ചീര തോരൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പച്ചച്ചീര നന്നായിട്ട് കഴുകി ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ കൈയെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ ഈ ചീരയിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ചീരയിൽ ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇനി നമുക്കിത് വറവിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കിപ്പോൾ ഈ ചീര കാണുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതുപോലെ തോന്നും. പക്ഷെ ഇത് വെന്ത് വരുമ്പോൾ ഇത് അത്രയൊന്നും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഉപ്പിടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നല്ലോണം ഉപ്പ് കൂടിപ്പോവും, പിന്നെ കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമുക്കിനി ഇത് വറവിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോ ഇവിടെ വിറക് അടുപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നാട്ടിലെല്ലാം വന്നാലല്ലേ നമുക്കിപ്പോ വിറകടുപ്പിലെല്ലാം നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ വിറകടുപ്പിലാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പൊ തീ നന്നായിട്ട് കത്തുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ചീനച്ചട്ടി വെച്ചു കൊടുക്കാം. ഞാനിവിടെ ചീനച്ചട്ടിയിലാണ് കേട്ടോ ആക്കുന്നത്. നമ്മൾ വെച്ചു കൊടുത്ത ചീനച്ചട്ടി അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ റെസിപ്പികളാകുമ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക നല്ലത്. അതിലേക്ക് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇവിടെ അമ്മ ചീര വറവാക്കുമ്പോൾ എപ്പോഴും ഈ വെളുത്തുള്ളിയാണ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ വറവിന്. അപ്പോൾ അതുപോലെ ഞാനും അത് തന്നെയാണ് യൂസ് ചെയ്യല്. അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്ത വെളുത്തുള്ളി ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി വരണം. അതുവരെ നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത വെളുത്തുള്ളി ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. നമുക്കിനി അതിലേക്ക് ഞാനിവിടെ ഒരു വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും വെളുത്തുള്ളിയും നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് മൂത്ത് വരട്ടെ. അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്ത വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ എടുത്തു വെച്ച ചീര ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ച ചീര നമുക്കിനി ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുഴുവൻ ചീരയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് കാണുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള പോലെ തോന്നും. ഇത് പെട്ടെന്ന് ചുരുങ്ങി പോകും കേട്ടോ. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസിലാണെങ്കിൽ നിങ്ങൾക്ക് തീ സിമ്മിലിട്ട് കൊടുക്കുക. അടുപ്പത്താണെങ്കിൽ ഇപ്പം തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അധികം കത്തിക്കാണ്ട് ഒരുപാട് കത്തിക്കാൻ പാടില്ല. അടുപ്പ് ലൈറ്റായിട്ട് കത്തിച്ചു കൊടുക്കുക. ഇല്ലേ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. കാരണം നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വെന്ത് വരും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതൊന്ന് അമർത്തി വെക്കുക. ഇപ്പം കണ്ട അതിന്റെ ക്വാണ്ടിറ്റി എല്ലാം ഒന്ന് ചുരുങ്ങി അതൊന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നമുക്കിനി ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് സമയം വെക്കുമ്പോഴേക്കന്നെ അത് നന്നായിട്ട് കുക്കായി വരും. അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ചീര അടുപ്പത്ത് വെച്ചിട്ട് 2 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചീര ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയ തേങ്ങ. അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ ചീരത്തോരൻ ഇവിടെ റെഡി ആകാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയും ചേർത്ത് ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ഇതേപോലെ അടച്ചു വെക്കുക. നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഉപ്പെല്ലാം കറക്റ്റ് ആണ്. ഉപ്പ് ആദ്യം തന്നെ അധികം ഇട്ട് കൊടുക്കാൻ പാടില്ല. നമ്മള് ചീര വലിയൊരു ക്വാണ്ടിറ്റി കണ്ടിട്ട് ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുത്താൽ ഉപ്പിന്റെ കട്ടിയായി പോകും കേട്ടോ. അപ്പം പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ തേങ്ങയും ചേർത്ത് നമുക്കൊന്നും കൂടി ഒരു 2 മിനിറ്റും കൂടി അരച്ചു വെക്കാം. ടോട്ടൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചീര വറവ് റെഡിയായി കിട്ടും കേട്ടോ. അപ്പം
ഒന്നും കൂടി അടച്ചു വെക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മളെ ചീര വറവ് അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ കണ്ട നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചീരയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ ചീര വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു ടച്ച് പോലെ ഞാനിവിടെ ഒരു 2-3 വെളുത്തുള്ളി ഞെളിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അപ്പൊ ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ്, ഒരു ഫ്ലേവർ കൂടും കേട്ടോ. അപ്പൊ ഞാനിത് എപ്പോഴും ചേർത്ത് കൊടുക്കലുണ്ട്. ചീര വറവില് വെളുത്തുള്ളിയും ചേർത്ത് 1 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ വെളുത്തുള്ളിന്റെ ഒന്ന് ചെറുതായിട്ട് ഒരു ചെറിയ പച്ചച്ചോയ വേണം താനും. അങ്ങനെയാകുമ്പം ചീര വറവിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ് കേട്ടാ. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവര് ഇങ്ങനെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോ നമ്മളെ പച്ചച്ചീര വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കണ്ണൂരിനെല്ലാം വറവ് എന്നേ പറയലും കേട്ടാ, തോരന്ന് പറയല് കുറവാണ്. അതുകൊണ്ട് അപ്പോ നമ്മളെ കണ്ണൂർ സ്റ്റൈല് പച്ചച്ചീര വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? അപ്പോ ഇങ്ങനെ ചീര വറവ് ഉണ്ടാക്കാത്തവര് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയുകയും വേണം കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പൊ നമ്മൾ ചീര റെഡിയാണ്. അപ്പൊ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.